നമസ്കാരം. യൂട്യൂബിൽ തമ്പനെയിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോട്ടോഷോപ്പും ക്യാൻവയും ഒക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ കുറച്ചധികം സമയം നമ്മുടെ നഷ്ടപ്പെടും. എന്നാൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചാറ്റ് GPT ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂട്യൂബ് തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യാം, പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേ അധികം പരിപാടികൾ ചാറ്റ് GPTയിൽ ചെയ്യാൻ പറ്റും. അത് മുമ്പുള്ള ചാറ്റ് GPT അല്ല, ഇപ്പം കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയ മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. GPT Image 2.0 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, അവസാനം വരെ കാണുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ കാണിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരും. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഈ ഒരു കണ്ടന്റ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പം 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഈ ചാറ്റ് GPT Image 2.0 വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട് മുമ്പത്തെ വേർഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ക്യാരക്ടർ കൺസിസ്റ്റൻസി ഇത് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് നമുക്ക് ഏത് രീതിയിലേക്കും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കോമിക് ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകളുടെ ക്വാളിറ്റി മുമ്പത്തേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകളുടെ ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 by 1 ആയിട്ട് അത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ ചാറ്റ് GPT ഓപ്പൺ ചെയ്യുക. ചാറ്റ് GPTയിൽ ഇമേജ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഒരു പ്രോംപ്റ്റ് ആദ്യം ഒന്ന് കൊടുത്തു നോക്കാം. ഞാൻ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ലേഡി ഒരു ഫ്രൂട്ട് മാർക്കറ്റിൽ ഇരിക്കുന്ന ആ ഒരു സംഭവമാണ് ഞാനിവിടെ പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 4K ക്വാളിറ്റി വേണമെന്നൊക്കെ പറഞ്ഞ് ഈ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് ആണ്. ഈ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഇമേജ് ആണ് ഈ കാണുന്നത്. ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് എനിക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ഇമേജിൽ നമുക്ക് ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റുകൾ കൊടുത്താൽ മതി. ഇവിടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ 10ഓളം ആസ്പെക്ട് റേഷ്യോസ് നമുക്ക് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സ്ക്വയർ, പോർട്രേറ്റ്, സ്റ്റോറി, ലാൻഡ്സ്കേപ്പ്, അങ്ങനെ പല ആസ്പെക്ട് റേഷ്യോസ് ഉണ്ട്. അപ്പം ഞാൻ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തതാണ് ഈ കാണുന്നത്. 1:1 ആസ്പെക്ട് റേഷ്യോയിലോട്ടാണ് ഞാൻ ഇത് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു, പക്ഷെങ്കിൽ നമ്മളുടെ ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ആവശ്യമുള്ള ആസ്പെക്ട് റേഷ്യോയിലോട്ട് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 16:9 ആണ് നമുക്ക് വേണ്ട ആസ്പെക്ട് റേഷ്യോ. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ 9:16, അതായത് യൂട്യൂബ് ഷോർട്സിനോ അല്ലെങ്കിൽ റീൽസിനോ ഒക്കെ വേണ്ടി തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് 9:16 ആസ്പെക്ട് റേഷ്യോയിൽ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ യൂട്യൂബ് വീഡിയോകൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോസ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ഒരു ഇമേജിൽ വരുന്ന വാട്ടർമാർക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഇമേജിൽ കുറേ ഇടത്തായിട്ട് വാട്ടർമാർക്ക് ഉണ്ട്. ഇവിടെ ഷിജോ എന്ന് എൻ്റെ പേര് തന്നെ ഞാൻ ഇവിടെ വാട്ടർമാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ സെയിം ഇമേജ് നമ്മൾ AI വെച്ച് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമേജിൽ തന്നെയാണ് ഞാൻ ഇവിടെ വാട്ടർമാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർമാർക്ക് എല്ലാം റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് വാട്ടർമാർക്സ് ഫ്രം ദിസ് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന വാട്ടർമാർക്സ് എല്ലാം റിമൂവ് ആയിട്ട് നമുക്ക് കിട്ടും. അടുത്തായിട്ട് ഞാൻ ചെയ്തത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഇതേപോലെയുള്ള ഒരു ഇമേജ് ഞാൻ ഡ്രോ ചെയ്തു. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ബേക്കറി ആൻഡ് കഫേ ഷോപ്പ് എന്ന് പറഞ്ഞാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 1-2 ഇമേജ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അതൊന്നും പ്രോപ്പറായിട്ട് വന്നിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ അങ്ങനെ ഡ്രോ ചെയ്ത് സെറ്റാക്കി. അതിനുശേഷം കൺവേർട്ട് ഡ്രോ ഇല്യൂസ്ട്രേഷൻ ടു എ പ്രൊഫഷണൽ റിയലിസ്റ്റിക് പോസ്റ്റർ എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ഈ ഒരു ഫോട്ടോയെ നല്ലൊരു പോസ്റ്ററാക്കി എനിക്ക് വേണം. അപ്പോൾ അത് ഞാനിവിടെ പ്രോംപ്റ്റായിട്ട് കൊടുത്തു. കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് നിങ്ങൾ നോക്കി. ഗ്രാൻഡ് ഓപ്പണിംഗ് ബേക്കറി ആൻഡ് കഫേ ഷോപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ആ കൊടുത്ത കേക്കൊക്കെ വരച്ച് വെച്ചിരുന്ന അതേ സംഭവം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട് ഒരു പോസ്റ്ററായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. കോഫി, ഷേക്ക്, ഐസ്ക്രീം. നമ്മൾ ആ ഒരു പോസ്റ്ററിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ ഏകദേശം ഫോട്ടോസൊക്കെ വരച്ചൊന്നും ക്ലിയർ അല്ലായിരുന്നു. ബട്ട് അതെല്ലാം ഇവിടെ പ്രോപ്പറായിട്ട് തന്നെ റിയലിസ്റ്റിക് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് അടിപൊളി ഒരു പോസ്റ്റർ ഇപ്പം ക്രിയേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള പോസ്റ്ററുകൾ ഒരാളുടെയും സഹായമില്ലാതെ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലൊരു പോസ്റ്റർ ഫോട്ടോഷോപ്പിലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമ്മൾ മെനക്കെടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ അത്രയും സമയമൊന്നും നമുക്ക് പോകത്തില്ല. ഒരു 2 മിനിറ്റ്സിനുള്ളിൽ പരിപാടി പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് വേണ്ട പ്രോംപ്റ്റ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ AIക്ക് അത് തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന രീതിയിലാണ് ഇത് വരേണ്ടതെന്ന്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു കേക്ക് ഞാനിവിടെ വരച്ചിരുന്നു. ആ കേക്ക് വെറുതെ വരച്ചിരിക്കുകയാണ്. അത് വെക്കാനായിട്ട് അതിനുള്ള ഒരു
പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും വരച്ചിട്ടില്ലായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ നോക്കിയേ, എയുടെ തിങ്കിങ് എത്ര കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കേക്ക് വെക്കേണ്ട ആ ഒരു പ്ലേറ്റിന് മുകളിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വരച്ചു കൊടുത്ത രീതിയിൽ തന്നെ ഇവിടെ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര നന്നായിട്ട് തോന്നത്തില്ല. പക്ഷെങ്കിൽ ഇവിടെ ആ ഒരു എയുടെ തിങ്കിങ് കറക്റ്റായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രോംപ്റ്റിലും കുറച്ചുകൂടി അതിനെ ബെറ്റർ ആക്കാനായിട്ട്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തിങ്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഓരോ പോസ്റ്റുകളും ഓരോ ഇമേജുകളും ഇവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടുന്നത്. അടുത്തായിട്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയത് ഐ നീഡ് ചിക്കൻ കറി റെസിപ്പി വിത്ത് ഇമേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അതായത് ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിങ് എനിക്ക് വേണം, വിത്ത് ഇമേജിലാണ് എനിക്കത് കിട്ടേണ്ടത്. ആ സംഭവം ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തപ്പം അതിന് വന്ന റിസൾട്ട് നിങ്ങൾ നോക്കി. ചിക്കൻ കറി എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങോട് കൂടി അതിന്റെ റെസിപ്പി എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യുന്നത്, എത്ര മിനിറ്റ് കുക്ക് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, എത്ര പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്പർ ഇട്ടുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് ഒരു കോമിക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു. അതിനെ ഞാനൊരു കോമിക് ബുക്കായിട്ട് കൺവേർട്ട് ചെയ്തു. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. അതിനായിട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് എ കോമിക് സ്റ്റോറി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം തന്നെ നിമിഷ നേരം കൊണ്ടൊരു സ്റ്റോറി ഇവിടെ ക്രിയേറ്റ് ചെയ്തു തന്നു. ദ ലാസ്റ്റ് സമൂസ എന്നാണ് സ്റ്റോറിയുടെ പേര്. അപ്പൊ ആ ഒരു സ്റ്റോറി ഞാൻ ഇവിടെ ഒന്ന് എടുത്ത് കോപ്പി ചെയ്ത് ഇവിടെ കൊടുത്തു, ChatGPT കൊടുത്തു. സ്റ്റോറിയോടൊപ്പം ഇത്രയും കാര്യങ്ങളുടെ ആഡ് ചെയ്തു. ക്രിയേറ്റ് കോമിക് ബുക്ക് വിത്ത് ദി സ്റ്റോറി എന്ന് പറഞ്ഞു കൊടുത്തു. സെക്കൻഡുകൾക്കുള്ളിൽ എനിക്കിതാ ക്യാരക്ടർ കൺസിസ്റ്റൻസിയോട് കൂടി ഒരു കോമിക് ബുക്ക് ഇവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള കോമിക് ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ പരിപാടിയാണ്. ഞാനിവിടെ ChatGPT സ്റ്റോറിയാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ സ്വന്തം സ്റ്റോറി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ കോമിക് ബുക്കായിട്ട് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് മലയാളത്തിൽ ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തരാം. അതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്ത് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജുകളാണ് എനിക്ക് പോസ്റ്ററുകളാണ് മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഞാൻ ഇവിടെ കൊടുത്തത് ക്രിയേറ്റ് എ പോസ്റ്റർ ഫോർ എ സ്കിൻ ക്ലീനിങ്, അതിനുശേഷം ആഡ് ദിസ് ടെക്സ്റ്റ്, മുഖക്കുരു മാറും, അത് റൈറ്റ് ഇൻ മലയാളം എന്ന് കൊടുത്തു. അത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് കൊടുത്തത്. അതിന്റെ കളർ ടോൺ എങ്ങനെ വേണമെന്നും കൊടുത്തു. അതിനുശേഷം എനിക്ക് കിട്ടിയ ഇമേജ് നിങ്ങൾ നോക്കി, മുഖക്കുരു മാറും. ഞാൻ ജസ്റ്റ് ഇത്രയും മാത്രമേ കൊടുത്തുള്ളൂ, മുഖക്കുരു മാറും എന്ന് മാത്രമാണ് കൊടുത്തത്. ഒരു സ്കിൻ ക്ലിനിക്കിന്റെ പോസ്റ്ററാണ് എനിക്ക് വേണ്ടത്. ഇത്രയും കാര്യമേ കൊടുത്തുള്ളൂ. പക്ഷേ എനിക്ക് തന്ന പോസ്റ്റർ നിങ്ങൾ നോക്കി, എത്ര ഡീറ്റെയിൽ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്ററിനെ റീഡിസൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ രീതിയിൽ നമുക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ റീഡിസൈൻ ചെയ്ത് നമ്മളുടെ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഈ ഒരു പോസ്റ്ററിൽ കൊണ്ടുവന്ന മാറ്റം നിങ്ങൾ നോക്കൂ. ക്രിയേറ്റ് ആൻ ആൾട്ടർനേറ്റീവ് ഡിസൈൻ വിത്ത് പിങ്ക് കളർ പാലറ്റ് വിത്ത് ഡിഫറെന്റ് ഹ്യൂമൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പം ഈ ഒരു പോസ്റ്ററിനെ ഈ രീതിയിൽ മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ റീഡിസൈൻ ചെയ്തപ്പോൾ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചിലയിടത്തൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് തന്നെ ആദ്യ ചുവട് വെക്കും എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇന്നെന്നുള്ളത് തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആണ് ഇതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആവശ്യമുള്ള പരിപാടി സിമ്പിൾ ആയിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അഥവാ ഒരു പ്രാവശ്യം ചെയ്ത് തെറ്റിപ്പോയാൽ വീണ്ടും വീണ്ടും പ്രോപ്പർ ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പോസ്റ്റുകളും ഇമേജുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.